അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി കൃതി ബേബീനെ കൊണ്ടുവന്നതാണ്. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നാളെ ഇനി ഒന്നുകൂടി ചെക്ക് ചെയ്യാണ്ട് കൗണ്ട് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. കുറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ട്രിപ്പ് കാര്യങ്ങളൊക്കെ നിർത്തുള്ളൂ. അപ്പോൾ ഏട്ടനോട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രൈവറ്റിലാട്ടോ കാണിക്കുന്നത്. ഗവൺമെൻറ്റിലാണെങ്കിൽ എന്തായാലും അഡ്മിറ്റാക്കും. ഞങ്ങൾ ജസ്റ്റ് പനിയും കാര്യങ്ങളുണ്ടായപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ സംഭവം കണ്ടത്. പിന്നെ ഈ ഒരു കാലാവസ്ഥയിലും ഈ ഒരു പ്രായത്തിലൊക്കെ വീട്ടിൽ തന്നെയാണ് കംഫർട്ട്. അങ്ങനെ കുറുമ്പിനൊരു കുറവുമില്ല. അത് നല്ലുണ്ട്. ഈ ഒരു പ്രായത്തിലെ കുട്ടികളെ കുറുമ്പിൻ്റെ സഹിക്കണില്ല. അതാ ഇനിയിപ്പോൾ ക്യൂട്ടസ് ഇട്ടൊരു ചോദിച്ചിട്ടുണ്ട്. അതിന് വാശി പിടിക്കുകയാണ്. അപ്പം ഇനി അടുത്ത പണി അതാണ്. കയ്യുമ്പോൾ മുറിയായാലും ആ കയ്യിന് പോലൊരു എന്താ പറയുക, റെസ്റ്റ് കൊടുക്കണില്ല. ഫുള്ളും കച്ചറ മാനാഞ്ചിറയാണ്. സാധാരണ ഞാൻ എപ്പോഴും ഏട്ടനോട് പറയും, ആൺകുട്ടികളിൽ ഞാനിങ്ങനെ കുറുമ്പുണ്ടല്ലോ, പെൺകുട്ടികളിൽ ഞാനിങ്ങനെ കുറുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ക്യൂട്ടസ് ഇടുക കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞിക്കാലുമ്പോൾ ക്യൂട്ടസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ശ്രദ്ധയോടെ ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ അവിടെ ആയി ഇവിടെ ആയി എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് അടിക്കും. ഫോൺ ഓണാക്കി വെച്ചുകൊണ്ട് നോക്കുകയാണ് ആൾ. എന്താണ് ചിരിക്കുന്നുണ്ടോ. കടിക്കും. നല്ല ഒക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നല്ല കടി അടിക്കും. അതൊക്കെ വാങ്ങണ്ടേ. ഹൈക്കുണ്ടല്ലോ ആ ഒരു സമയത്തുണ്ടല്ലോ കൺട്രോൾ ചെയ്ത് നിൽക്കും ഞാൻ. കടിക്കുക, കുത്തുക, മാന്തുക, അതൊക്കെയാണ്. നിലത്തിട്ട് ഉരുളുക. പിന്നെ ഒതുങ്ങണത് അമ്മേൻ്റെ അടുത്താണ്. അമ്മ എടുത്താണ്ട് ആയിക്കൂടെയൊക്കെ കൊണ്ടുപോയാണ്ട് സോപ്പിട്ട് ഇതാക്കും. നല്ല സോപ്പിയും കാര്യത്തിയാണ്. അച്ഛനെപ്പോഴും പറയും നല്ല സോപ്പിയും കാര്യത്തിയാണ്. അപ്പോൾ ക്യൂട്ടസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാൽമത്തൊക്കെ ഇട്ട് കൊടുത്ത് കയ്യുമ്മ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താട്ടോ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എൻ്റെ കിളിക്കമ്പെട്ടീൻ്റെ കാലിൽ? രസമല്ലേ? നീല ക്യൂട്ടസും നീല ബെഡ്ഷീറ്റും വെള്ളി പാസരോ. ഇനിയിപ്പോൾ അവിടുന്ന് ഒച്ചയിട്ട് അടുക്കളയ്ക്ക് പോവുകയാണ്. അപ്പം ഇന്ന് ഞങ്ങൾ ഉണക്കമീൻ വാങ്ങിച്ചിട്ടുണ്ടോ. കുറേ നാളുകളെന്നാളൊരു 5-6 മാസത്തിന് ശേഷം. ഇപ്പം മീനും കിട്ടാനില്ല. പിന്നെ ഉണക്കമീൻ അന്ന് ആ ഒരു വീഡിയോയും കാര്യങ്ങളും വന്നൊന്നും കഴിക്കലില്ല. അതെ നല്ല മഴയാണ് പുറത്തിട്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഞങ്ങൾക്കിവിടെ ഭയങ്കര ഈച്ചയാണ്. ഇത് വെച്ച് ഈച്ചനെ കൊല്ലുന്നല്ലാതെ ഇത് വെക്കണോണ്ടാണ് എന്താണ് പെരിക്കണം. അത് ഗവൺമെൻറ് ആശുപത്രി വരെ ഫുള്ളും മുറ്റത്തൂടെ ഷീറ്റിട്ടുകൊണ്ട് ഡ്രസ്സ് ചിക്കാനൊക്കെ സ്ഥലമാണ്. അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെച്ചാൽ ഫുള്ള് ഡ്രസ്സും അലക്കിയിട്ടതൊക്കെ ഓരോ സ്ഥലത്ത് തൂക്കിയിടലും ഇതൊക്കെ വരും. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കണം. മുറ്റത്തൊക്കെ വെള്ളം കയറി. അവിടെ വെള്ളം പോകാനും അത്രയും മഴ ചെയ്തിട്ട് വെള്ളം പോകാനൊന്നുമില്ല. കാരണം അപ്പുറമൊക്കെ വീടല്ലേ. ഈ വെള്ളത്തിന് ഒഴുകി പോകല് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് മിക്ക സ്ഥലത്തൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാവാൻ തന്നെ കാരണം. അപ്പോൾ അതെ ഞാൻ കുറച്ച് നേരം മാറി നിന്നപ്പോൾ തന്നെ എവിടെ നോക്കിയപ്പോൾ ഫുള്ളും കളിയിലാണ്. ഈ ഒരു കൈയും വെച്ചിട്ടാണ് ഈ കളിക്കുന്നതൊക്കെ. അങ്ങനെ ഇരിക്കെ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഇനി വൈകുന്നേരത്തിന് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് അവിലിവിടെ ഉള്ളത്. അപ്പോൾ അവിൽ തപ്പിപ്പിടിച്ച് കുറച്ച് അവിലുള്ളതിന് കേട്ടോ. അപ്പോൾ അതെടുക്കുക. അവിൽ വെച്ചിട്ട് നമുക്ക് അവിൽ കുഴച്ചെടുക്കുക. പഴം ശർക്കരയൊക്കെ ഇട്ടിട്ട് കേട്ടോ. അങ്ങനെ തേങ്ങ ചിരവലാണ്. ഒരു മുറി ഇവിടെ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഇനി പൊളിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ നല്ല ചിരവെടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ ശർക്കര ഒരു 2 കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല കുറുകുറ എന്താ പറയുക ചിക്കി എങ്ങനെയോ അരിഞ്ഞെടുക്കുക, പൊടിച്ചെടുക്കുക. പിന്നെ പഴം നമ്മളെ വീട്ടിലുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിലിങ്ങനെ ഉണ്ടാക്കിയത്. പഴം ഉണ്ടായിരുന്നു, അതുകൂടി എടുത്ത് അരിഞ്ഞിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഏലക്കായാണ്. ഏലക്കായ ഒരു ടിന്നിലിട്ട് വെച്ചു. അത് കാണുന്നില്ല, എവിടെയാണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഏതായാലും കിട്ടി സാധനം. അങ്ങനെ തിരഞ്ഞു നടന്ന ആളെ കിട്ടിയിട്ടുണ്ട്. അടിയിൽ 2 ഉണ്ട്. ഇനി അത് എല്ലായിടത്തും ചിക്കി പെറുക്കി 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും പഴം ശർക്കരയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു പാത്രത്തിൽ അവിലും ഇട്ട് ഏലക്കാപ്പൊടിയുടെയും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായി. ഇനി മഴയൊക്കെ പെയ്യുമ്പോൾ അതിന് ഇത് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം കേട്ടോ. 2 ദിവസമൊക്കെ കേടാരാതെ നിൽക്കും. നല്ല മഴയും കട്ടൻ ചായയും ഈ അവിൽ കുഴച്ചേക്ക് കുറച്ച് കട്ടൻ ചായ ഒഴിച്ച് പറ്റുകയാണെങ്കിൽ ഞാൻ കഴിക്കണ കൂടി കാണിച്ചു തരാം കേട്ടോ.
അവിൽ വെച്ചേക്ക് നല്ല കട്ടൻ ചായ കഴിച്ച് ഒന്നിട്ട് ഞൊരണ്ടി എടുക്കണം, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇട്ട് നമ്മൾ മിക്സ് ചെയ്യാണ്. ഇങ്ങനെ കഴിച്ചവരൊക്കെ മിക്കവാറും എല്ലാവരും ഇങ്ങനെ കഴിക്കുന്നുണ്ടാകും, കാരണം ഇതൊക്കെ നമ്മുടെ ദേശീയ ഭക്ഷണമല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ, ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ വീഡിയോ ചെറിയ ചെറിയ വീഡിയോ ആയിട്ടൊക്കെയാണ് ഇടുന്നത്, കാരണം നമ്മുടെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. കിട്ടണത് പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്ത് ഇറങ്ങാനും നിൽക്കാനൊന്നും ഇപ്പോൾ ഒരു കയ്യിലല്ലോ. അപ്പോൾ ഇതാ മഴയത്തിരുന്ന് വായിക്കാൻ പറ്റിയ പുസ്തകമാണ്. ഓരോ കൊതി തോന്നി കഴിഞ്ഞാൽ പിന്നെ അതുണ്ടാക്കലൊക്കെ പണി. അവ ഇങ്ങനെ തട്ടലും കൊട്ടലൊക്കെ ആയപ്പോൾ കിട്ടിയതാട്ടെ ഈ ഒരു ബുക്ക്. നല്ല കട്ടിയുള്ള പാചകത്തിൻ്റെ ബുക്കാണ്. എവിടുന്നോ എന്തോ അറിയില്ല, എന്നാലും കിട്ടി. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഓരോന്നോരോന്ന് ഇങ്ങനെ വായിച്ച് നോക്കട്ടെ. നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഇപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് വായന ഫുള്ളും കുറവല്ലേ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എങ്ങനെയുണ്ട് നോക്കാമല്ലോ നമുക്ക്. നല്ല കട്ടിയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ, വെറൈറ്റി സാധനങ്ങളുണ്ട് ഇതിൽ.